വടക്കാഞ്ചേരി ഓട്ടുപാറ ജില്ലാ ആശുപത്രിക്ക് സമീപം റിലീഫ് മെഡിക്കൽസിന് മുകളിൽ 1500 സ്ക്വയർ ഫീറ്റ് വിസ്തീർണമുള്ള വാണിജ്യ ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കാവുന്ന റൂം വാടകയ്ക്ക്. വിശാലമായ പാർക്കിംഗ് സൗകര്യവും 24 മണിക്കൂറും നിരീക്ഷണ ക്യാമറയും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. കൂടാതെ മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂം, ഹാൾ, കിച്ചൺ, 2 ബാത്റൂം അടങ്ങിയ 2 ഫ്ളാറ്റുകളും ഇതോടൊപ്പം ഒരുങ്ങിക്കഴിഞ്ഞു. മിതമായ നിരക്കിൽ ആവശ്യക്കാർക്ക് നഗരഹൃദയത്തിലെ ഈ കെട്ടിടം വാടകയ്ക്ക് ലഭിക്കുന്നതിനായി 8590888153 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് മുന്നിൽ കോൺഗ്രസ് സംഘടിപ്പിച്ച പ്രതിഷേധ സമരം ജനങ്ങളോടുള്ള വെല്ലുവിളിയാണെന്ന് നഗരസഭാ ചെയർപേഴ്സൺ മിനി അരവിന്ദൻ. കഴിഞ്ഞ 10 വർഷത്തെ LDF സർക്കാരിൻ്റെ ഭരണ നേട്ടങ്ങൾ മുൻനിർത്തിയാണ് ജനങ്ങൾ 3ാം തവണയും ഇടത് ഭരണസമിതിയെ അധികാരത്തിലേറ്റിയത്. ആ ജനവിധിയെ വെല്ലുവിളിക്കുന്ന സമീപനമാണ് UDF സ്വീകരിക്കുന്നതെന്നും അവർ കുറ്റപ്പെടുത്തി. വടക്കാഞ്ചേരി നഗരസഭയിൽ 8 കോടിയിലധികം രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ പുരോഗമിക്കുമ്പോഴാണ് പുതിയതായി അധികാരത്തിലെത്തിയ UDF സർക്കാർ നഗരസഭയ്ക്ക് ലഭിക്കേണ്ട 6 കോടിയോളം രൂപ വെട്ടിച്ചുരുക്കിയത്. നിലവിൽ 2.5 കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങൾ മാത്രമാണ് വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് അംഗീകാരമുള്ളത്. ഇത്രയധികം തുക വെട്ടിക്കുറിച്ചതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് സമരം നടത്തേണ്ടത് വടക്കാഞ്ചേരി നഗരസഭയ്ക്ക് മുന്നിലല്ല, പകരം സെക്രട്ടേറിയറ്റിന് മുന്നിലാണെന്ന് ചെയർപേഴ്സൺ മിനി അരവിന്ദൻ പറഞ്ഞു. കോൺഗ്രസ് UDFിൻ്റെ ഒരു സമരം നടത്തേണ്ടായി. ആ സമരത്തിൽ പറയുന്ന കാര്യങ്ങൾ കഴിഞ്ഞ 10 വർഷക്കാലം LDF ഭരിച്ച് 3ാമതും LDFിനെ കൊണ്ടുവന്ന ആ നാട്ടുകാരുടെ മുന്നിൽ തന്നെയാണ് അവർ ഈ സമരത്തിൽ ഒട്ടനവധി ഉടായ്പ് സംസാരം തന്നെയാണ് അവരിൽ നിന്ന് കേട്ടത് ഞങ്ങൾ. കാരണം ഈ കഴിഞ്ഞ 10 വർഷക്കാലത്തെ പ്രവർത്തനങ്ങളും 3ാമത് LDFിൻ്റെ ഭരണവും അത് ജനക്ഷേമ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുന്ന ഒരു നഗരസഭ തന്നെയാണ് വടക്കാഞ്ചേരി നഗരസഭ. കഴിഞ്ഞ 26-27 വർഷത്തെ ബഡ്ജറ്റ് 8.5 കോടി രൂപയുടെ പദ്ധതികൾ ജനങ്ങളിൽ നിന്ന് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ഗ്രാമസഭകൾ ചേർന്നുകൊണ്ട് പദ്ധതി തയ്യാറാക്കി 8.5 കോടി രൂപയുടെ പദ്ധതി തയ്യാറാക്കി ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് UDF സർക്കാരിൻ്റെ മുഖ്യമന്ത്രിയായ VD സതീശൻ്റെ ഒരു ഉത്തരവ് 8.5 കോടി രൂപയിൽ നിന്ന് 6 കോടി വെട്ടിച്ചുരുക്കി 2.5 കോടിയുടെ DPC അംഗീകാരം വാങ്ങാനും ആ 2.5 കോടി രൂപയുടെ പുതിയ പദ്ധതി ഉണ്ടാക്കി അത് DPC അംഗീകാരം വാങ്ങിക്കാനുമാണ് സർക്കാർ ഉത്തരവ് നൽകിയിട്ടുള്ളത്. ഈ പ്രതിപക്ഷ UDFിൻ്റെ മെമ്പർമാരും കോൺഗ്രസിൻ്റെ ആ പ്രവർത്തകരും സമരം നടത്തേണ്ടത് സർക്കാരിൻ്റെ സെക്രട്ടേറിയറ്റിലേക്ക്, മുഖ്യമന്ത്രിയുടെ മുന്നിലേക്കാണ് സമരം നടത്തേണ്ടത്. കാരണം ജനപ്രതിനിധികളായി UDFിൻ്റെ പഞ്ചായത്തുകളുണ്ട്, മുനിസിപ്പാലിറ്റികളുണ്ട്. ഏറ്റവും കൂടുതൽ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റിയും ഒക്കെ തന്നെ UDFിനാണ്. അവർക്കും ഇങ്ങനെ വെട്ടിക്കുറച്ചിട്ടുള്ള ആ പദ്ധതികൾ എന്തു ചെയ്യണമെന്ന് അറിയാതിരിക്കുന്നൊരു സമയത്താണ് ഈ നഗരസഭയിൽ വിവിധ കാരണങ്ങൾ പറഞ്ഞ് ഈ നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു പ്രശ്നങ്ങളും ഇല്ലാത്തൊരു നഗരസഭ തന്നെയാണ്. ഉദ്യോഗസ്ഥന്മാർ ഏതെങ്കിലും തരത്തിൽ ഫയലുകൾ ഓഡിറ്റിന് അനുബന്ധമായി ഫയലുകൾ കാണിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ അത്തരം പ്രവൃത്തികൾ ഉണ്ടെങ്കിൽ അത് അതിൻ്റേതായ രീതിയിൽ വിജിലൻസ് ആയാലും അല്ലെങ്കിൽ ഓഡിറ്റ് ആയാലും അവർ കണ്ടുപിടിച്ച് അതിനുള്ള നടപടികളുമായി മുന്നോട്ട് പോകും. അതൊരിക്കലും ഒരു ഭരണസമിതിയെ ബാധിക്കുന്നതല്ല. ഭരണസമിതിയെ ബാധിക്കുക ഈ നാടിൻ്റെ പ്രശ്നങ്ങളാണ്, ഈ നാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ്. അത് വളരെ നല്ല രീതിയിൽ കൈകാര്യം ചെയ്യാൻ ഈ ഭരണസമിതിക്ക് അറിയാം. ഒപ്പം തന്നെ മാലിന്യ യാർഡിനെ കുറിച്ച് പറഞ്ഞു. മാലിന്യ യാർഡിലേക്ക് ഈ 11 വർഷക്കാലം മുന്നേ ഇവിടെ നിന്ന് ഒരു ശവപ്പെട്ടിയുമായി പോകുന്ന സാഹചര്യം ഉണ്ടായി. സിന്ധു സുബ്രഹ്മണ്യനായിരുന്നു അന്ന് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ്. എല്ലാ പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ തന്നെ ഓരോ പെട്ടികൾ വെച്ച് അതിൽ മാലിന്യങ്ങൾ നിറച്ചുകൊണ്ട്, അത് നായ ചത്തതുണ്ടാവും, പട്ടി ചത്തതുണ്ടാവും, അതുപോലെ തന്നെ മൃഗങ്ങളൊക്കെ ചത്തതിനൊക്കെ അതിൽ ഇട്ടുകൊണ്ട് കുമ്പളങ്ങാട്ടേക്ക് ഒരു യാത്ര ഉണ്ടായിരുന്നു. ആ പെട്ടി പോയ സ്ഥലത്തൊന്നും പിന്നെ ആളുകൾക്ക് നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതെല്ലാം മാറ്റിക്കൊണ്ട് 13,310 ടൺ പ്ലാസ്റ്റിക് ഇവരും കൂടി ചേർന്ന് കൊണ്ടുപോയിട്ട പ്ലാസ്റ്റിക് പോലും ബയോ മൈനിങ്ങിലൂടെ അതെടുത്തുകൊണ്ട് അവിടെ പരിപാവനമായ ഒരു സ്ഥലം ഉണ്ടാക്കി
ആ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് മാലിന്യയാർഡിനെ കുറിച്ച് ഇങ്ങനെയുള്ള ഒരു വ്യക്തതയില്ലാത്ത അല്ലെങ്കിൽ ഒരു മിഥ്യാധാരണയോടുകൂടി ഈ പ്രതിപക്ഷം ഇങ്ങനെ ആരോപണം ഉന്നയിക്കുന്നത്. ഇതെല്ലാം രാഷ്ട്രീയ പ്രേരിതം തന്നെയാണ്. ഈ വടക്കാഞ്ചേരി നഗരസഭയിലെ ഈ ഭരണസമിതി വളരെ നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. വടക്കാഞ്ചേരി നഗരസഭയിലെ ഭരണസമിതി ഒറ്റക്കെട്ടായാണ് മുന്നോട്ട് പോകുന്നതെന്നും രാഷ്ട്രീയ പ്രേരിതമായ ഇത്തരത്തിലുള്ള വ്യാജ ആരോപണങ്ങളും പ്രതിഷേധങ്ങളും ജനങ്ങൾ തിരിച്ചറിയുമെന്നും ചെയർപേഴ്സൺ വ്യക്തമാക്കി.